اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമത്തെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ സംഭവിച്ചുപോയ സർവ്വവിധ പാപങ്ങളും അവന്റെ മഹത്തായ പതിലുകൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും അറിവ് അല്ലാഹു തആല നാഫിയായി സ്വീകരിക്കുമാറാകട്ടെ. നാഫിയായ അറിവ് അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. നമ്മൾ നിന്ന് മരണപ്പെട്ടുള്ള ഖബർ അല്ലാഹു തആല വിശാലമാക്കുമാറാകട്ടെ. വിശിഷ്യ നമ്മളോടൊപ്പം ശൈഖുന ഉസ്താദ് അവர்கள் പഠിച്ചുകൊണ്ടിരുന്ന ജുമൽ അസർ ഉൾപ്പെടെ 3-4 പേരുണ്ട്. വിശിഷ്യ ഈ ദർസിനോട് ഒരുപാട് കൂറും ഒരുപാട് സഹായ സഹകരണങ്ങൾ പുഞ്ചിരി കൊണ്ട് എപ്പോഴും അർപ്പിച്ചിരുന്ന ഗർഭായൻ കട്ടയ്ക്കൽ നിസാം ഇന്ന് ആരുടെ മണ്ണിലാണ് നമ്മുടെ സ്ഥാനത്ത് പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികൾ നിസാം ഉൾപ്പെടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവരുടെയും ഖബറുകൾ വിശാലമാക്കുമാറാകട്ടെ. സ്വർഗ്ഗം കൊടുത്ത് അവരെല്ലാം അല്ലാഹു സന്തോഷിപ്പിക്കുമാറാകട്ടെ. നാളെ ജന്നാത്തുൽ നഈമിൽ അവരോടൊപ്പം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം കഴിഞ്ഞുകൊള്ളുവാൻ റബ്ബിൽ തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, മഹാനായ ശൈഖുന ഉസ്താദ് അവர்கள் പഠിച്ച് അൽഹംദുലില്ലാഹ് ഈ നിലയിൽ നാം ഓരോരുത്തരും എത്തി. അല്ലാഹു സ്വീകരിക്കട്ടെ. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ യോഗത്തിന് സംഗമത്തിന് ഉദ്ഘാടനം നിർവഹിക്കുക എന്നുള്ളതാണ്. അതിനു മുമ്പ് സാധാരണ ഉദ്ഘാടന പ്രസംഗം പ്രസംഗിക്കാറുണ്ട്. സമയം ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന. രണ്ടാമതായി ഉസ്താദിന്റെ അടുക്കൽ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളെ നാം എടുത്തു വെച്ച് നോക്കുമ്പോൾ ഈ നാട് രണ്ടാക്കിയാൽ പോലും തീരുകയില്ല. ആ രീതിയിലാണ്. ഇപ്പോഴും ഗൾഫിൽ കഴിയുന്നവരുണ്ട്. അതുപോലെ തന്നെ പല പള്ളികളിലുമായി സേവനം അനുഷ്ഠിക്കുന്നവരുണ്ട്. ഇനിയും ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഇനിയും എത്തുവാൻ ഒരുപാട് പേരുണ്ട്. അല്ലാഹു തആല നമുക്കും അവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് തരുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമുക്കറിയാം, മഹാനായ ഉസ്താദ് അവர்கள் ഈ എളിയവൻ ക്ലാപ്പന വെച്ചാണ് തുടക്കം കുറിച്ചത്. ഏതാണ്ട് 94-95 വർഷത്തിന് ഞാൻ തുടക്കം കുറിച്ചു. അൽഹംദുലില്ലാഹ് ഏത് രീതിയിലും അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഉന്നതമായ വിജയങ്ങളിലേക്ക് എത്തുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒരു ഒരുമയാണ്. ഉസ്താദ് പഠിപ്പിച്ച ഹദീസുകൾ മുന്നോട്ട് വെക്കുമ്പോൾ അലൈക്കും ബിൽ ജമാഅ വഖമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സംഘത്തോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനൊരു വിജയം നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ കഴിയുമെന്ന് ഹദീസ് പഠിപ്പിക്കുമ്പോൾ തന്നെ ഉസ്താദ് മുന്നോട്ട് വെക്കുകയും അൽഹംദുലില്ലാഹ് വർഷങ്ങൾക്ക് ശേഷം ഒരു സംഗമം അല്ലാഹു തആല ഉസ്താദിന്റെ നേതൃത്വത്തിൽ തന്നെ നമ്മളിലേക്ക് എത്തിക്കുകയും അതിന്റെ ആ സംഗമത്തിലൂടെ അൽഹംദുലില്ലാഹ് ഇരിക്കുന്ന ഓരോരുത്തർക്കും അറിയാം, പലതും നാം നേടിയെടുത്തിട്ടുണ്ട്. ഇപ്പോഴും നാം അങ്ങനെ ഓരോന്നും നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നമുക്കറിയാം, തെക്കൻ കേരളത്തില് ദറസുള്ള ഇങ്ങനെയുള്ള ദറസാണ്. അൽഹംദുലില്ലാഹ് ആത്മീയമായ രീതിയിൽ, ഭൗതികമായ രീതിയിൽ, ഏത് രീതിയിലും എടുത്തു പറയുവാൻ അൽഹംദുലില്ലാഹ് ഇന്ന് തെക്കൻ കേരളത്തിൽ ആലിമീങ്ങൾ ഉണ്ടെങ്കിൽ ആ ആലിമീങ്ങളിൽ 1-2 സ്ഥാനം നമ്മുടെ സ്ഥാനം തന്നെയാണ്. അതായത് ദറസുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മുടെ ഒരു കയ്യിലുള്ള വിരലുകൾ എണ്ണത്തക്ക രീതിയിൽ ദറസുകൾ ഇന്ന് തെക്കൻ കേരളത്തിലില്ല. ഉണ്ട് എന്ന പേരാണ്. അതിൽ 1-2 സ്ഥാനം അൽഹംദുലില്ലാഹ് നമ്മുടെ സ്ഥാനത്ത് കീഴിലാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പല രീതിയിലുള്ള ഉയർച്ചകളാണ് ഞാൻ ഉൾപ്പെടെ ഇരിക്കുന്ന ഓരോ കുട്ടികൾക്കും, ഇവിടെ വരാനിരിക്കുന്ന ഓരോ കുട്ടികൾക്കും ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ എല്ലാ മഹത്വം നമുക്കറിയാം. ആദരവായ ശൈഖുന മർഹൂം കരീം ഉസ്താദിലേക്ക് എത്തുകയാണ്. അല്ലാഹു തആല ഖബർ പ്രകാശമാക്കുമാറാകട്ടെ. അവിടുത്തെ എല്ലാം ബർക്കത്താണ് നമുക്ക് ഓരോ ദിവസവും ഓരോ നിമിഷവും നമുക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് ഇതേവരെ പല രീതിയിലും ഉസ്താദ് തടുക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഉസ്താദിന്റെ ആ സഹവാസവും ഉസ്താദിന്റേതായ ഇടപെടലും എന്നെ എല്ലാ രീതിയിലും അൽഹംദുലില്ലാഹ് എന്നെ പഠിപ്പിച്ച ആ നാഫിയായ ഇൽമിന്റെ വില കൊണ്ട് ഇന്നും
അതായത് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ, ഞാൻ പല സംഗമത്തിലും പറഞ്ഞിട്ടുണ്ട്, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും എനിക്ക് വീടായി, എനിക്കെന്താണ് എല്ലാ രീതിയിലും അൽഹംദുലില്ലാ, കുടുംബമായി, വാഹനമായി, ഒന്നുകളുടെ വാഹനമല്ല, ആ രീതിയിലുള്ള അൽഹംദുലില്ലാ എല്ലാ രീതിയിലും വെച്ചുവാക്കണം എന്റെ അറിവാണ്. ആ അറിവിന്റെ ഉത്തരവാദിത്തപ്പെട്ടവൻ എന്റെ ശൈഖുന അവറുകളാണ്. അല്ലാഹു തആല ആയിരം അറിവ് കൊടുക്കുമാറാകട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, എപ്പോഴും